സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസ്, എന്താണ് സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ്? സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റോക്ക്, ഫോർ എക്സാമ്പിൾ സൺഫാർമയുടെ ഈ വർഷത്തെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എടുക്കുക, ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ അസറ്റ്സും ലയബിലിറ്റീസും ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, എത്രത്തോളം പ്രോഫിറ്റ് റവന്യൂ ഉണ്ടാക്കി, എത്രത്തോളം ചിലവുകൾ വന്നു, അതിൻ്റെ ബാലൻസ്, നെറ്റ് പ്രോഫിറ്റ്, ഇതൊക്കെ കാണിക്കുന്ന ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, അതായത് ഓരോ ഷെയർ ഹോൾഡർ എത്ര ഇക്വിറ്റി ഉണ്ട്, എത്ര ഷെയർ ആണ് ഹോൾഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരുപാട് പേർക്കും ഷെയർ കാണും. അപ്പോൾ മേജർ ഷെയർ ആർക്കൊക്കെയാണ്, കോമൺ ആയിട്ടുള്ള ആളുകൾ, കോമൺ സ്റ്റോക്ക് എത്രത്തോളമാണ്, പിന്നെ പ്രിഫറൻസ് ഷെയർസ് എത്രത്തോളമാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പിന്നെ P/E റേഷ്യോ, ഡിവിഡൻഡ് yield, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്ത്, ഫണ്ടമെൻ്റൽ അനാലിസിസ്. അതേസമയം ടെക്നിക്കൽ അനാലിസിസ്